1980-കളിലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സരസൻ കേവലം ഒരു വ്യക്തിയായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമവാക്യത്തെ മാറ്റി എഴുതാൻ പോലും ശേഷിയുണ്ടായിരുന്ന ഒരു വിവാദത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്രത്തോളം നാടകീയമായ മറ്റൊരു അധ്യായം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതിനൊരു കാരണമുണ്ട്. പ്രതിസ്ഥാനത്ത് അന്ന് കേട്ട പേര് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാമന്നനായിരുന്ന RSP നേതാവ് ബേബി ജോണിൻ്റെതായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് കാറുകൾ പോലും അപൂർവമായിരുന്ന 70-കളിൽ ബെൻസ് കാറിൽ സഞ്ചരിച്ചിരുന്ന ചവറയുടെ ആ തൊഴിലാളി നേതാവ് അവിടുത്തുകാർക്ക് അന്ന് ദൈവതുല്യനായിരുന്നു. കയറിന്റെയും കരിമണലിന്റെയും നാടായ ചവറയിൽ തൊഴിലാളികൾ നെഞ്ചേറ്റിയ ദൈവതുല്യനായ നേതാവ്, അഥവാ അവരുടെ സ്വന്തം ബേബി സാർ. അല്പം തെറുത്തുവെച്ച ജുബ്ബയും ഏതാൾക്കൂട്ടത്തിനെയും നിഷ്പ്രഭമാക്കുന്ന തലയെടുപ്പുമായി അയാൾ സ്വന്തമാക്കിയത് ജനകീയൻ എന്ന വാക്കു മാത്രമായിരുന്നില്ല, 4 പതിറ്റാണ്ട് കാലത്തെ നിയമസഭാംഗത്വം കൂടിയായിരുന്നു. എന്നാൽ ആ പ്രതിബിംബമാണ് ഞൊടിയിട കൊണ്ട് തകർന്നടിഞ്ഞില്ലാതായത്. എന്തിനേറെ, ബേബി ജോണിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്കസേരയും കേരള രാഷ്ട്രീയവും അടക്കം ആ വിവാദ ചുഴിയിൽ ആടിയുലഞ്ഞു എന്നതാണ് വാസ്തവം. ആരാണ് കേരളം തേടിയ ആ സരസൻ? എന്തുകൊണ്ട് ആ തിരോധാന കേസിൽ പ്രതിസ്ഥാനത്ത് രാഷ്ട്രീയ അതികായനായ ബേബി ജോണിന്റെ പേര് മുഴങ്ങിക്കേട്ടു? പിന്നീട് അങ്ങോട്ട് കേരളം കണ്ട ആ വലിയ രാഷ്ട്രീയ നാടകം അതെന്തായിരുന്നു? മുഴുവൻ കഥയും കണ്ടറിയാം AI ദൃശ്യമികവിൽ റിപ്പോർട്ടർ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിൽ.